എനിക്ക് മെയിൽ ഓഡിയൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽ ഓഡിയൻസ് കുറച്ച് കുറവാണ്. ഞാൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും സ്ട്രോങ് ഫീമെയിൽ ഓഡിയൻസ് ആണ്. കാര്യം എൻ്റെ ഒരു ഇതിൽ ഫീമെയിൽ ഓഡിയൻസ് വന്നാലേ കാര്യമുള്ളൂ. കാര്യം നമുക്ക് ബ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ്. അത് വേണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ഓഡിയൻസ് വേണം. അപ്പോൾ ഫീമെയിൽ ഓഡിയൻസ് വന്നിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ അല്ലാത്ത ഒരു ബ്രാൻഡ് വരുവാണെങ്കിലും ഇപ്പോൾ ആളുകൾ കണ്ടിരിക്കണം എന്നതാണെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റിനെ പറ്റി മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആളുകൾ കണ്ടിരിക്കൂല. അത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഡാൻസ് ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ ആളുകൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ബ്യൂട്ടി ബ്രാൻഡുകൾ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ വേറെ ബ്രാൻഡ്സ് ഉണ്ട്, അവർക്ക് എന്താ പറയുക, കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് എന്നുള്ള രീതിയിലുള്ള എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വേറെ കുറച്ച് ബ്രാൻഡ്സ് സജസ്റ്റ് ചെയ്യും. സോ ബേസിക്കലി എൻ്റെ കൂടെ ബ്രാൻഡ്സ് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് റീച്ചും റീച്ച് മെയിനാണ്. റീച്ച് വേണം നമുക്ക്. പിന്നെ നമ്മുടെ കോണ്ടന്റ് ഇതും കണ്ടിട്ടാണ്. ചില ബ്രാൻഡ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്, ഞങ്ങൾക്കിത് കുറച്ച് ഡാൻസ് ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യാനാണ് താല്പര്യം. ചിലർ പറയും നമുക്ക് ട്രാൻസിഷനാണ് വേണ്ടുന്നത്, നല്ല ക്യാമറ വർക്ക്സ് എഡിറ്റിംഗ് അങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നത്, അതിലൊരു കോണ്ടന്റ് കൊണ്ടുവരണം. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ.